നമുക്ക് ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് മിത്രയോട് മീനു പറഞ്ഞു, മീനു നിനക്കറിയാലോ, അമ്മ അത്ര മാത്രമാണ് ശ്രീദേവി ചേച്ചി സ്നേഹിച്ചത്. ചേച്ചിയോട് അത്ര കാര്യമായിരുന്നു. നമ്മളെക്കാൾ കൂടുതലായിട്ട് ചേച്ചിയെ സ്നേഹിച്ചു. അമ്മ കൂടുതലൊന്നും പ്രതീക്ഷിച്ചല്ല. ചേച്ചിയുടെ സ്വത്തോ പണവോ അതൊന്നും കണ്ടിട്ടല്ല അമ്മ ചേച്ചിയെ സ്നേഹിച്ചേ. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചേ. പക്ഷെ ശ്രീദേവി ചേച്ചി ചതിച്ചെന്നറിഞ്ഞ ഇപ്പൊ സഹിക്കാൻ പറ്റിയില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ദേവി ചേച്ചി അല്ല ഇവിടെ തെറ്റിയത്. ആ ഫ്രോഡ് തന്തേം തള്ളയവല്ലേ. മിത്ര പറഞ്ഞു, അത് ശരി തന്നെയാ. പക്ഷെ ഇനിയിപ്പം എന്തൊക്കെ സംഭവിക്കുന്ന ആര് കണ്ടു? ശ്രീകലാന്റി വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവരുടെ സ്വഭാവം വെച്ച് അവർ അടുത്ത പ്രശ്നം ഉണ്ടാക്കും. ഇതിങ്ങനെയൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത് ഇനിയിപ്പോൾ എന്തൊക്കെ വരുമെന്ന് നമുക്ക് കണ്ടറിയണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. മിത്ര അങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് മീനാക്ഷി. ആ സമയം ശ്രീദേവിയുടെ അടുത്തിട്ട് വന്നിട്ട് ഉദയഭാനു പറഞ്ഞു, മോളെ നീ എന്തിനാ അവിടേക്ക് പോയത്? നിന്നോട് പറഞ്ഞല്ലേ അവിടേക്ക് പോവണ്ടെന്ന്. അച്ഛാ, എനിക്ക് പോവാതിരിക്കാൻ പറ്റുമോ? അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് വേണ്ടപ്പെട്ടവർ അവിടെയുള്ള, എൻ്റെ എല്ലാവരും അവിടെയുള്ള, പിന്നെ ഞാൻ എവിടേക്കാ പോണ്ടേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേവി, ഇനി നീ അവിടേക്ക് പോകേണ്ട കാര്യമില്ല. നിനക്കറിയാലോ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നീ അവിടേക്ക് അങ്ങനെ കയറി ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവി ചോദിച്ചു, അല്ല അമ്മ എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളെ നാണം കെടുത്തിയതാ അവിടെയുള്ളവരെ. എന്നിട്ട് വീണ്ടും നീ അങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി ചെന്നിരിക്കുന്നു. അങ്ങനെ കയറി ചെന്ന് നിനക്ക് എന്തെങ്കിലും വില കിട്ടിയോ? ഇല്ലല്ലോ. അതുകൊണ്ടാ പറഞ്ഞത്. ഓഹോ, അപ്പൊ അമ്മ പറയണേ നമ്മളെല്ലാം പുണ്യാളന്മാരും അവരാണ് തെറ്റ് ചെയ്തെന്നാണോ? അമ്മേ, നമ്മളല്ലേ തെറ്റ് ചെയ്തേ. അവിടുത്തെ അമ്മയാണെങ്കിൽ എന്നോട് ഇതുവരെ മോഹം കറുപ്പിച്ചൊരു വാക്ക് സംസാരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബാലച്ചന് ആനന്ദേണ്ണോ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അവർക്കൊക്കെ എന്നോട് എത്ര സ്നേഹമായിരുന്നറിയോ. സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ മീനും മിത്ര അവരെല്ലാവരും എന്നെ കണ്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അവരോടെല്ലാം ഞാനാ ചതി ചെയ്തേ. നമ്മൾ അവരെ ചതിച്ചിട്ട് നമ്മള് നല്ലവരാകുന്നു. അതെ, കഴിഞ്ഞെന്ന് എന്നോട് പറഞ്ഞു. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, മോളെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കരുത്. നമ്മുടെ അവസ്ഥ കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു പോയതല്ലേ. എന്തവസ്ഥയാച്ചാ? എന്തവസ്ഥയുള്ളത്? നമ്മളല്ലേ അവരെ പറഞ്ഞു പറ്റിച്ച് ചതിച്ചേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ എന്റെ സ്ഥാനത്ത് ആനന്ദേണ്ണായിരുന്നു ഇങ്ങനെ സംഭവിച്ചെങ്കിലോ? നിങ്ങൾ സമ്മതിക്കുവോ? കോടീശ്വരനാന്നും പറഞ്ഞ് എന്നെ കെട്ടിക്കൊണ്ട് പോയിട്ട് ഒന്നുമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആനന്ദേണ്ണ വെറുതെ വിടുവോ? നിങ്ങൾ ചോദിക്കില്ലേ? അത് പിന്നെ മോളെ ഇന്ന് ഉദയഭാനു പറഞ്ഞു, അതേ അച്ഛാ, നിങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. അത്രേ അവരും ചെയ്തിട്ടുള്ളൂ. എന്നിട്ടാണ് അവരുടെ മേക്കിട്ട് കയറിയത്. തെറ്റ് ചെയ്ത് നമ്മളാ. എന്നിട്ട് അവരെ വെല്ലുവിളിക്കുകയും ചെയ്തു. ശ്രീകല പറഞ്ഞു, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇനി ചില തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എടുക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ. അപ്പോഴേക്കും ദേവി പറഞ്ഞു, അമ്മയ്ക്ക് ഇതൊക്കെ പറയാം. പക്ഷെ എൻ്റെ അവസ്ഥ എനിക്കും അറിയത്തുള്ളൂ. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ ഇതുപോലെ കള്ളത്തരങ്ങളൊന്നും പറയണ്ട, ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറയാന്ന്. പക്ഷെ അച്ഛനും അമ്മയും സമ്മതിച്ചില്ല. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, ഇനി ഞാൻ പറയുന്ന പോലെ കാര്യങ്ങള് ഞാൻ പറയും, നിങ്ങൾ അങ്ങോട്ട് അനുസരിക്കും. ഒരാഴ്ചത്തെ സമയം കൊടുത്തിട്ടുണ്ട് ബാലിനും കോമതിക്കും ഒക്കെ. ആ ഒരാഴ്ചക്കുള്ളിൽ അവര് വന്ന് നിന്നെ വിളിച്ചോണ്ട് പോകണം. അമ്മ എന്തു വർത്താനാ പറയണേ? ഒരാഴ്ചക്കുള്ളിൽ അവരെന്നെ ഒന്ന് വിളിച്ചോണ്ട് പോകുന്നോ? അങ്ങനെ കൊണ്ടുപോകുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ അമ്മയുടെ വെറും തെറ്റിദ്ധാരണ മാത്രം. ശ്രീദേവി ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പം ശ്രീകല പറഞ്ഞു, അതെ, ഈ ശ്രീകലയുടെ ഒരു മുഖം മാത്രം അവർക്ക് അറിയത്തുള്ളൂ. ശ്രീകല ശരിക്കും അറിയത്തില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ച തന്നെയാ. നിന്നെ അവരെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകും. നല്ല രാജ്ഞിയായിട്ട് അവളെ വാഴിക്കുക തന്നെ ചെയ്യും. രാജ്ഞി ഞാന്. അമ്മ എന്താ ഈ ലോകത്തൊന്നും അല്ലേ? അമ്മ സ്വപ്ന ലോകത്താണോ ജീവിക്കണേ? അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, ശ്രീകല നീ ഇതെന്തറിഞ്ഞിട്ടാ? മിണ്ടരുത് നിങ്ങള്. ഇത്രയും കാലം നിങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞു. ഇനി ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ദേവി പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമല്ലമ്മേ. എടി മോളെ, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. എന്തനുസരിക്കണമെന്ന്? അമ്മ പറയുന്നത് ഞാൻ അനുസരിക്കില്ല. എന്നെ കൊണ്ട് പറ്റില്ല. ഇത്രയും കാലം നിങ്ങൾ പറയുന്നതല്ല ഞാൻ അനുസരിച്ചു. ഇനിയിപ്പൊ എന്റെ തീരുമാനത്തിനാ വലുത്. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. അത് കേട്ടപ്പം ശ്രീകലയ്ക്ക് സഹിച്ചില്ല. നീ എന്താടി പറഞ്ഞതെന്ന് ചോദിച്ചു കൈ ഓങ്ങിക്കൊണ്ട് വന്നു. അപ്പോഴേക്കും ഉദയഭാനു തടഞ്ഞു. അതെ ശ്രീകലെ, അവൾ എന്ത് തെറ്റ് ചെയ്തു? നമ്മളാ തെറ്റ് ചെയ്തേ. അതിന് അവളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഉദയേട്ടൻ മിണ്ടരുത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. ഞാൻ പറയുന്നത് നീ അനുസരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെയൊക്കെ മുന്നിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ ശവമോ പിന്നെ കാണത്തുള്ളൂ. ഒരാഴ്ചക്കുള്ളിൽ അവർ വന്ന് വിളിച്ചോണ്ട് പോയിട്ടില്ലെങ്കിൽ അതിനുള്ള പരിപാടി ഞാൻ അവർക്ക് കൊടുത്തിരിക്കും.
എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ശ്രീകളകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ശ്രീദേവി ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. പിന്നീട് ആനന്ദ് ഗോമതിയുടെയും ബാലന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ബാലൻ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ആനന്ദ് എന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്താടാന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ, എനിക്ക് എത്രയും പെട്ടെന്ന് അവളുമായിട്ടുള്ളൊരു ഡിവോഴ്സ് വേണം, എന്റെ ബന്ധം വേർപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഒരു നിമിഷം ഗോമതി ഞെട്ടിപ്പോയി. ഡിവോഴ്സോ? അതെ അമ്മേ, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് ഈ ബന്ധമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത്രയൊക്കെ ചതി ചെയ്തിട്ടും വീണ്ടും എനിക്ക് അവളെ എന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ബാലനാകെപ്പാടാൻ ഞെട്ടി നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, അച്ഛൻ അറിയാലോ അവൾ എന്നോട് എന്തൊക്കെ കള്ളത്തരം പറഞ്ഞു. അവള് വെറും 10ാം ക്ലാസ് മാത്രം, എന്നിട്ട് MA വരെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് കൂടാതെ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ കള്ളത്തരങ്ങളാ പറഞ്ഞു കൂട്ടിയത് അവളും അവളുടെ വീട്ടുകാരും കൂടെ ചേർന്നിട്ട്. പക്ഷെ അതെല്ലാം ഞാൻ സഹിച്ചു. എൻ്റെ കുഞ്ഞിനെ വരെ അവൾ ഇല്ലാതാക്കി, എന്നിട്ട് ഞാനത് സഹിച്ചു. ഒരു പക്ഷേങ്കില് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ കരുതിയത് എന്തെങ്കിലും നേരെയാവുമെന്ന് കരുതിയിട്ട് ഇരുന്നേ. പക്ഷെ അതും കൂടെ നേരെയായോ? എൻ്റെ കുഞ്ഞിനെ പോയ വിഷമത്തിൽ ഞാനിവിടെ എല്ലാവരുടെയും മുന്നിൽ സങ്കടപ്പെട്ട് കിടന്നു. അപ്പം നിങ്ങളെല്ലാവരും വിചാരിച്ചോണ്ട് കുഞ്ഞിനെ പോയ വിഷമം കൊണ്ടായിരിക്കുന്നു. പക്ഷെ അത് മാത്രമല്ല ആയിരുന്നില്ല എൻ്റെ മനസ്സിൽ ആ സമയത്തുണ്ടായിരുന്ന ശ്രീദേവി എന്നെ ചതിച്ച കാര്യങ്ങളായിരുന്നു. നിങ്ങളോട് അത് തുറന്നു പറയാൻ പറ്റാതെ ഞാനിവിടെ നടന്ന് നന്നായിട്ട് ഉരുകുമായിരുന്നു ഓരോ നിമിഷവും. അപ്പം നിങ്ങളെല്ലാവരും കരുതി കുഞ്ഞു പോയ സങ്കടത്തിലായിരിക്കുമെന്ന്. ഇതെല്ലാം ശരിയാവുമെന്ന് ഞാൻ കരുതിയിരുന്നു, ഇന്നല്ലെങ്കിൽ നാളെ. പക്ഷേങ്കിൽ അപ്പോഴാണ് ഗോമതി സ്റ്റോഴ്സിൽ വന്ന് അയാള് പണം മോഷ്ടിച്ച്. എങ്ങനെ സഹിക്കാൻ പറ്റുവെച്ചാ, എനിക്ക് ഗത്യന്തരം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ സത്യങ്ങളൊക്കെ നിങ്ങളോട് വിളിച്ചു പറഞ്ഞ്. ഇതുപോലൊരു കുടുംബം അതായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പറ്റില്ല അച്ഛാനി. അതുകൊണ്ട് എനിക്ക് അവളുമായിട്ടുള്ള ഡിവോഴ്സ് വേണം. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് പറഞ്ഞ് അച്ഛനെ നിരുത്സാഹപ്പെടുത്തരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ ആനന്ദിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയാടെ മോനെ നിന്റെ അവസ്ഥ എന്താന്ന്. ഞാനാണ് നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഞാനും വിശ്വസിച്ചു പോയി ഉദയഭാനുവിനെ. നല്ലൊരു ബന്ധമാണല്ലോ നിനക്ക് കിട്ടിയെന്ന് ഓർത്ത് ഞാൻ ആശ്വസിച്ചു. പക്ഷെ എൻ്റെ ഭാഗത്താണ് തെറ്റ്. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു. നമ്മൾ ഓരോരുത്തരെ കണ്ണടച്ച് വിശ്വസിക്കും. പക്ഷേ എങ്കിൽ അവർ നമ്മളെ ചതിക്കുക എന്നുള്ള കാര്യം അറിഞ്ഞുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ലാത്ത കാര്യമാണ്. നീ പറഞ്ഞു, ഇനി നിന്റെയോടൊപ്പം എന്തിനും ഏതിനും ഞാനുണ്ട്. നീ പറയുന്നത് ഞാൻ അനുസരിക്കുള്ളൂ. നിന്റെ ജീവിതം കൊണ്ട് താർത്ത ഞാനാ. അപ്പൊ നീ പറയുന്നത് പോലെ ഞാൻ അനുസരിച്ചോളാന്ന് പറഞ്ഞു. ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മൻ സുകന്യയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്ക് സുകന്യ ചോദിച്ചു, എന്താ ധർമ്മേട്ടാ? ധർമ്മേട്ടൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? അതെ, എനിക്കിങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം തെറ്റ് ചെയ്ത ഞാനാ. അല്ല, ധർമ്മേട്ടൻ കുറെ സമയമല്ലേ ഇത് തന്നെ പറയണേ, തെറ്റ് ചെയ്ത ധർമ്മേട്ടനാന്ന്. എന്തിനാ അങ്ങനെയൊക്കെ പറയണേ? എടി, ദേവമംഗലത്തുള്ള ആരും എന്നെ ഇതിലായിട്ടും കള്ളനായിട്ട് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നിയതാ. പക്ഷെ ഇപ്പോഴെനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഓ, ധർമ്മേന്റെ സ്വഭാവം ഇങ്ങനെയാണല്ലോ. അല്ല, ധർമ്മേനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴെന്താ ദേവമംഗലക്കാരോട് ഇത്ര സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല സുകന്യെ. ഇത്രയും കാലം അവിടെ വളർന്നായിരുന്നു ഞാൻ. പക്ഷെ ഒരു നിമിഷം കൊണ്ട് എന്റെ ഭാഗത്താ തെറ്റ്. ഞാൻ അങ്ങനെ എടുത്തു ചാടി പോരില്ലായിരുന്നു. അതെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ധർമ്മേട്ടന് വേണ്ടിയിട്ട് ഇവിടെ നല്ലൊരു കട നോക്കി വെച്ചിരിക്കുക അച്യുതേട്ടനും അനന്തേട്ടനും എല്ലാവരും ചേർന്നിട്ട്. അപ്പോൾ ആ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ദേവമംഗലത്തിന്റെ കാര്യം പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് പോയാലുണ്ടല്ലോ. എന്താ, വീണ്ടും അങ്ങോട്ടേക്ക് പോകാൻ തോന്നുന്നുണ്ടോ? അതെ, പോകാൻ തോന്നുന്നുണ്ട്. എൻ്റെ ഭാഗത്തുള്ള തെറ്റ്. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ധർമ്മേട്ടൻ അങ്ങനെ ഒരു ചിന്തയേ വേണ്ട. അതെ, ഇനി ഇവര് പറയുന്ന അനുസരിച്ച് ഈ കടകളും കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോയാൽ മതി. അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വെള്ളം പറഞ്ഞു, ഞാൻ അനുസരിച്ചോളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഉദയഭാനുമായിട്ട് ചേർന്നിട്ടെങ്ങാനും അച്യുതേട്ടൻ പുതിയ പ്ലാന് ദേവമംഗലത്തെ ഇല്ലാതാക്കാൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ കൂടെ നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇതിനെ പ്രതികരിക്കും. അതും പറഞ്ഞ് ധർമ്മൻ ദേഷ്യത്തോടെ കയറിപ്പി. സുകന്യക്ക് മനസ്സിലായി, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ധർമ്മൻ അധികം നാള് ഇവിടെ ഉണ്ടാവത്തില്ലെന്നുള്ള കാര്യം. തിരികെ ദേവമംഗലത്തേക്ക് തന്നെ പോകുന്ന അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.